ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ സ്നാക്കായിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്താലോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന കലത്തപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കലത്തപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. ഞാൻ പറയുന്ന അളവിൽ തന്നെ നിങ്ങൾ ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പം വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് കലത്തപ്പം തയ്യാറാക്കാനുള്ള മാവാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചരി കഴുകിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ചിരവിയ തേങ്ങയാണ് വേണ്ടത്. അതും കൂടി നമുക്ക് ആ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ആണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതങ്ങനെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആവുന്നത് വരെ അരച്ചെടുക്കാം. അങ്ങനെ നമുക്ക് അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ പരുവത്തിലായിരിക്കണം. വെള്ളം കൂടിപ്പോവാനും കുറയാനും പാടില്ല. ഇനി നമുക്ക് മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാനിതിലേക്ക് 7 അച്ചോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 1 ശർക്കര കൂടെ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ എൻ്റെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റെഡിയായിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാവിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ചൂട് തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒഴിക്കുന്ന സമയത്ത് ഇളക്കി കൊടുക്കാനും കൂടി മറന്നു പോകരുത്. നമ്മളുടെ ശർക്കരയുടെ ചൂടുകൊണ്ട് നമ്മളുടെ അരച്ചു വെച്ചിരിക്കുന്ന മാവ് വെന്തു പോകാണ്ട് നോക്കണം. അപ്പം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തെങ്കിലേ ഉള്ളൂ ആരോടുന്ന ആ ഒരു ടെക്സ്ചറിൽ നമ്മുടെ കലത്തപ്പം കിട്ടുള്ളൂ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കർ ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്നതുവരെ നമുക്ക് വഴറ്റി കൊടുക്കണം. പിന്നെ അലൂമിനിയത്തിൻ്റെ പ്രഷർ കുക്കർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അടി കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിന് മുകളിൽ വെച്ച് വേണം പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മളുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി 1/2 കപ്പ് അളവ് തന്നെ ഞാൻ ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മളുടെ ഫ്ലെയിം ഉണ്ടാവേണ്ടത്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടി നമുക്കതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക.
ഫുൾ ഫ്ലെയിമിൽ 1 മിനിറ്റ് ആയി കഴിയുന്ന സമയത്ത് നമുക്ക് വിസിലിടാണ്ട് തന്നെ ഒരു 10 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. അധികം ലോ ആക്കണ്ട, ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഒരു ഏകദേശം 4-5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കതിന്ന് കുമിളകൾ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടണം. എനിക്ക് ഏകദേശം ഒരു 12 മിനിറ്റൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രഷർ കുക്കറിൻ്റെയും നമ്മുടെ ഫ്ലെയിമിൻ്റെയും പാകം പോലെ ഇരിക്കും കലത്തപ്പം റെഡി ആയിട്ട് വരാൻ. പിന്നെ 12 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഏകദേശം ഒരു 6 മിനിറ്റ് വരെ നമുക്ക് കുക്കർ തുറക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം 6 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രഷർ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മളുടെ കലത്തപ്പം വിട്ട് വരും. ഞാനിതിപ്പോൾ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാട്ടോ. എനിക്ക് കുക്കറിൽ നിന്ന് എടുക്കുന്നതൊന്നും വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല. ഞാനിത് രാത്രിയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയ ഒരു ഇഷ്യൂ കാരണം എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്ത് വച്ചിരിക്കുന്ന വീഡിയോസാണ് ഞാൻ പിന്നീട് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കലത്തപ്പൊക്കെ മുറിച്ച് നോക്കിയ സമയത്ത് എനിക്ക് കറക്റ്റ് ടെക്സ്ചറിൽ തന്നെയാണ് കലത്തപ്പം കിട്ടിയത്. മധുരമൊക്കെ കറക്റ്റ് അളവിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് പ്രകാരം തന്നെ നിങ്ങൾ കലത്തപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കലത്തപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിടാൻ മറക്കണ്ട. അപ്പം ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോളും. അപ്പം എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.